മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തൃശ്ശൂര്, പാലക്കാട് ജില്ലകളിൽ പ്രഭാഷണ പരിപാടികളുമായി ബന്ധപ്പെട്ട് യാത്രയിലായിരുന്നു. ജീവിതത്തിൽ ഇക്കാലം അത്രയും ഉണ്ടായിട്ടുള്ള പ്രഭാഷണ അനുഭവങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു ഈ പ്രഭാഷണ പര്യടന യാത്ര. പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ലവണ്ണം വേരുറച്ചിട്ടുള്ള പാലക്കാട് ജില്ലയിൽ ലാളിത്യമാർന്ന മനസ്സുള്ള പാലക്കാട് ജില്ലയിലെ ജനങ്ങളുടെ മനസ്സിൽ അവർക്ക് ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്, എളിമയുണ്ട്, നല്ല നിഷ്കളങ്കമായ മനസ്സും ഹൃദയവുമുണ്ട്. അതില് ഏതോ വിധത്തില് നിഷേധാത്മകമല്ലാത്ത കമ്മ്യൂണിസവുമുണ്ട്. അങ്ങനെയുള്ള പാലക്കാട് ജില്ലയിൽ 2 ദിവസങ്ങളായിട്ട് 6 വലിയ പരിപാടികളാണ്, വലിയ പ്രഭാഷണ പരമ്പരയാണ് ഉണ്ടായിരുന്നത്. ശക്തമായ മഴ, ശക്തമായ മഴക്കാറ് എല്ലാം ഉണ്ടായിരുന്നു. മറ്റ് ജില്ലകളേക്കാൾ കൂടുതൽ മഴയുണ്ടായിരുന്നു. എന്നിട്ടും ആ പ്രഭാഷണങ്ങളിലെല്ലാം 1000-1500 വ്യക്തികളാണ് പങ്കെടുത്തത്. അത്ഭുതകരമായ വസ്തുത, സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിലോ സംഘടനകളിലോ എല്ലാം പ്രഭാഷണം നടക്കുമ്പോൾ ആ പ്രഭാഷണത്തിന് ശേഷം ഭക്ഷണം ഉണ്ടാവാറുണ്ട്. ആ ഭക്ഷണവും കൂടി ലക്ഷ്യമിട്ടാണ് പലപ്പോഴും പ്രഭാഷണത്തിന് ആൾക്കാർ വരാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം 6 പ്രഭാഷണങ്ങളിലും ചെറിയ കപ്പില് ചായയല്ലാതെ അല്ലെങ്കിൽ ചുക്ക് കാപ്പിയല്ലാതെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല, ബിസ്ക്കറ്റ് പോലും കൊടുത്തിട്ടില്ല. അപ്പൊ പൂർണ്ണമായിട്ടും ഈ പ്രഭാഷണം കേൾക്കാൻ വേണ്ടി മാത്രം ആയിരക്കണക്കിന് വ്യക്തികള് വളരെ ശ്രദ്ധയോടുകൂടി പദാനുപദം നമ്മൾ വിവരിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടി മാത്രം കുറേയധികം കസേരകൾ അവരിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇരട്ടി ആൾക്കാർ വരുമ്പോൾ സ്വാഭാവികമായും അത്രയും പേര് ആ നനഞ്ഞ കുതിർന്ന വെള്ളമുള്ള മണ്ണില് നിന്നുകൊണ്ട് തന്നെ 2 മണിക്കൂർ മിനിമം ദൈർഘ്യമുള്ള പ്രഭാഷണങ്ങൾ ഇവരെല്ലാം വന്നു. വളരെ വളരെ സന്തോഷത്തോടു കൂടി. സാധാരണഗതിയിൽ ഞാൻ പ്രഭാഷണം കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കാറില്ല. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിയെ പ്രൊജക്റ്റ് ചെയ്യരുത്. ഞാനൊരു സാധാരണക്കാരൻ മാത്രമാണ്. നിങ്ങളെല്ലാവരും ഈ പ്രഭാഷണം കേൾക്കാൻ വന്നത് ഗോപാലകൃഷ്ണൻ പറയുന്ന കാര്യങ്ങളല്ല കേൾക്കാൻ വന്നത്. നിങ്ങളെല്ലാവരും നമ്മുടെ പൂർവീകര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ വന്നവരാണ്. ഞാനൊരു മൈക്ക് സെറ്റ് മാത്രമാണ്. നമ്മൾ സാധാരണ മൈക്കിനെ പൂജിക്കാറില്ല, നമസ്കരിക്കാറില്ല, മൈക്കിന്റെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാറില്ല. കാരണം മൈക്കിന്റെ ജോലി എന്ന് പറയുന്നത് പ്രസംഗിക്കുന്ന ആള് എന്തെല്ലാം പറയുന്നോ അത് ശബ്ദം കൂട്ടി അടുത്തും ദൂരെയുമുള്ള വ്യക്തികൾക്ക് എത്തിക്കൽ മാത്രമാണ് മൈക്കിന്റെ ജോലി. അത് തന്നെയാണ് എന്റെയും ജോലി. നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ
എന്ന് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു. നീ ഒരു ഉപകരണം മാത്രമാണ്, നിമിത്തം മാത്രമാണ് അർജുന എന്ന്. അതേപോലെ നമ്മുടെ പൂർവീകർ പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളായാലും വിചാരങ്ങളായാലും വിശ്വാസങ്ങളായാലും സങ്കല്പങ്ങളായാലും ഗ്രന്ഥങ്ങളായാലും കഥകള്, അനുഭവങ്ങള്, ഉപദേശങ്ങള്, ജീവിത യാഥാർത്ഥ്യങ്ങള്, ഇവയെല്ലാം 21ാം നൂറ്റാണ്ടിന് ചേരുന്ന വിധത്തില് ഈ കാലഘട്ടത്തിലെ ജനതയ്ക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിധത്തിൽ തന്നെയാണ് നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നത്. അതിനെ മലയാള ഭാഷയിൽ കുറച്ച് തമാശയും ചേർത്ത്, കുറച്ച് നന്ദനം സിനിമയുടെ കുമ്പിടിയെയും കഥ പറയുമ്പോൾ എന്നുള്ളതിലെ ശ്രീനിവാസനെയും ദേവാസുരവും രാവണപ്രഭുവും എല്ലാം കൂടി ചേർത്ത് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഒരു ഉപകരണം മാത്രമാണ്. അപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാനല്ല അവർ വരാറുള്ളത്, വരേണ്ടത്, വരുന്നത്, മറിച്ച് നമ്മുടെ പൂർവികർ പറഞ്ഞിരിക്കുന്നത് കേൾക്കാനാണ്. ഞാൻ അവരോട് പറയാറുമുണ്ട്, എൻ്റെ ഡോക്ടറേറ്റ് ബയോകെമിസ്ട്രിയിലാണ്. ഞാൻ ആ ബയോകെമിസ്ട്രിയിലെ വിഷയം ആണ് ആ സദസ്സിൽ പറയുന്നതെങ്കിൽ 90% ആൾക്കാർ വീട്ടിലേക്ക് പോകും. ഗോപാലകൃഷ്ണൻ പറയുന്നതായാലും പോകും. അപ്പൊ ഗോപാലകൃഷ്ണൻ പറയുന്നു എന്ന കാരണത്തിലല്ല അവർ വരുന്നത്. പൂർവികർ പറഞ്ഞത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്ന കാരണത്താലാണ് വളരെ നേരത്തെ വന്ന് കസേരയിലിരുന്ന് ആനയും ഉത്സവവും പ്രതിഷ്ഠാകർമ്മവും വെടിക്കെട്ടും ഡാൻസും ഗാനമേളയും ബാലയും ഒന്നുമില്ലാത്ത സദസ്സുകളില്, സിനിമാ നടനോ രാഷ്ട്രീയ നേതാക്കന്മാരോ ആരുമില്ലാത്ത സദസ്സുകളില് സ്റ്റേജില് ഒരു ഗോപാലകൃഷ്ണൻ മാത്രം. ആ ഗോപാലകൃഷ്ണനെ കാണാനുമല്ല വരുന്നത്, അയാള് പൂർവികരുടേതായി പറഞ്ഞിരിക്കുന്നത് വിളമ്പിക്കൊടുക്കുന്നത് എടുക്കാൻ വേണ്ടി മാത്രം വന്ന അവരിൽ ധാരാളം പേര് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം. അതൊരു വലിയ കാര്യമായിട്ടോ പ്രൊജക്റ്റ് ചെയ്യാനോ പറഞ്ഞതല്ല. ഏതെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങളാണ് കേരളത്തിന്റെ മണ്ണില്, കേരളത്തിന്റെ അന്തരീക്ഷത്തില്, കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്നത് എന്നുള്ളതൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, കമ്മ്യൂണിസം കുടികുത്തി വാഴുന്ന ആ പാലക്കാടിന്റെ മണ്ണില് വളരെ ഗംഭീരമായിട്ട് നമ്മളുടെ പൈതൃകം സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ആ പകർത്തിയവര് അതെങ്ങനെ മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുന്നു എന്ന് നമ്മളോട് പറയുകയും ഇത് ജീവിതത്തിൽ പകർത്തിയതിനു ശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങളും എല്ലാം ഒരു വരി 2 വരി കൊണ്ട് നമ്മളുടെ അടുത്ത് പറയാൻ വരുമ്പോൾ വളരെ അത്ഭുതവും സന്തോഷവും സംതൃപ്തിയുമെല്ലാം തോന്നാറുണ്ട്. ധാരാളം പേര്, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഇതെല്ലാം മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തെടുക്കുന്ന കാഴ്ചയും കാണുകയുണ്ടായി. ഞാൻ എല്ലാവരോടും പറഞ്ഞത്, ഇടതുപക്ഷ ചിന്താധാരയും പുരോഗമന ചിന്താധാരയും എല്ലാം പാലക്കാടിൽ ധാരാളമുണ്ടെങ്കിലും ഏറ്റവും അധികം അന്ധവിശ്വാസമുള്ള ജില്ലയും പാലക്കാട് ജില്ലയാണ്. ചൈനയിൽ പോയപ്പോൾ കണ്ടു, ഏറ്റവും അധികം ലോകത്തിലെ അന്ധവിശ്വാസികളുള്ളത് ചൈനയിലാണ്. അത് ശരിക്ക് അവർക്ക് തന്നെ അറിയാം. അതുപോലെ പാലക്കാടിലും അന്ധവിശ്വാസികൾ ഏറ്റവും കൂടുതലുണ്ട്. അതിലേറ്റവും വലിയൊരു അന്ധവിശ്വാസമാണ്, ഭയങ്കരമായിട്ടുള്ളൊരു അന്ധവിശ്വാസമാണ്, പൊരുത്തം നോക്കി കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും ജന്മം തന്നെ തുലയ്ക്കുക എന്നുള്ളത്. ഞാൻ എല്ലാ പ്രഭാഷണത്തിലും പറഞ്ഞു, എല്ലാ പ്രഭാഷണത്തിലും പറഞ്ഞു, ജാതകം എന്നുള്ളതുണ്ട്, പൊരുത്തം എന്നുള്ളതുണ്ട്,
നിമിത്തം എന്നുള്ളതുണ്ട്, ശകുനം എന്നുള്ളതുണ്ട്, പ്രശ്നം വെക്കല് എന്നുള്ളതുണ്ട്, വാസ്തു, ഇത്രയുണ്ട്. ജാതകം നോക്കുക, പൊരുത്തം നോക്കുക, നിമിത്തം നോക്കുക, ശകുനം നോക്കുക, മുഹൂർത്തം നോക്കുക, വാസ്തു നോക്കുക. ഈ 6 ഉള്ളതില് 4 നമ്മൾ കളഞ്ഞു. ഇപ്പൊ നിമിത്തമൊന്നും നമ്മൾ നോക്കാറില്ല, നമ്മൾ ശകുനവും നോക്കാറില്ല. ചെറിയ ചെറിയ പറമ്പുകളില് ചെറിയ ചെറിയ പ്ലോട്ടുകളിലാണ് വീട് വെക്കുക, അല്ലെങ്കിൽ ഫ്ലാറ്റിലാണ്. അപ്പോൾ വാസ്തുവിദ്യയും നമ്മൾ കാര്യമായിട്ട് നോക്കാറില്ല. പണ്ടൊക്കെ വീടുകളിൽ എന്തുണ്ടായാലും പ്രശ്നം വെക്കുന്ന ആൾ വരും, പണിക്കാര് വരും ജ്യോതിഷ പ്രശ്നം വെക്കാൻ. നമ്മളതൊരു ജീവിതത്തിന്റെ ചെറിയ ഭാഗമായിട്ട് ഒരു ഭയവും ഇല്ലാതെ എടുത്തിരുന്നു. ഇപ്പൊ ആ പ്രശ്നം വെക്കലില്ല, നിമിത്തം നോക്കലില്ല, മുഹൂർത്തം നോക്കലില്ല, ശകുനം നോക്കലില്ല, അങ്ങനെ വാസ്തു കാര്യമായിട്ട് നോക്കലില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഈ പൊരുത്തം നോക്കല് ഒരു മഹാവ്യാധിയായി തീർന്നിരിക്കുകയാണ്. കുറെ കണക്കുകളുടെ കളി മാത്രമാണ്, കണക്കുകളുടെ കളിയല്ല, നമ്പറിന്റെ കളിയാണ് ഈ പൊരുത്തമെന്നും ഒരു കാരണവശാലും പൊരുത്തം നോക്കി വിവാഹം മുടക്കരുത്. വിവാഹം കഴിയുമെങ്കിൽ അതിൽ വലിയ നന്മകൾ ഒട്ടുമില്ല. ഒരു കാരണവശാലും നല്ല ബന്ധം ഈ പൊരുത്തത്തിന്റെ കാര്യത്തില് തകരരുത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞങ്ങൾ എന്റെ എല്ലാ ഉദാഹരണം ചേർത്താ പറഞ്ഞത്. അതേ സമയത്ത് ഒരു കാര്യം പറഞ്ഞു, ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഭാവി അറിയണമെങ്കിൽ ഇന്ന് ലോകത്തിൽ വേറെ ഒരു സംവിധാനവും ഇല്ലാത്തത് കൊണ്ട് നല്ല രീതിയിൽ ജാതകം എഴുതാൻ കഴിവുള്ള വ്യക്തിയെ കൊണ്ട് എഴുതിച്ചാല് ചിലപ്പോൾ അത് പ്രയോജനപ്പെടും. ഞാൻ എല്ലാത്തിനും എതിരൊന്നുമല്ല. ജാതകം നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് ഒന്നും ഉണ്ടാക്കില്ല, ജീവിതത്തെ തകർക്കുകയൊന്നുമില്ല, ജീവിതത്തെ കൺഫ്യൂഷനാക്കുകയുമില്ല. ജാതകം എഴുതിയിട്ട് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. പക്ഷെ പൊരുത്തം നോക്കുന്നത് അങ്ങനെയല്ല. പൊരുത്തം നോക്കുന്നത് ഡെഡ്ലി ഡേഞ്ചറസ് ആയിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തി ദിവസമാണ്. തുടർന്നുള്ള ഒരു വർഷക്കാലത്തേക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ശാസ്ത്ര എന്ന പരമ്പരയില് 5-6 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ശാസ്ത്ര പ്രഭാഷണ പരമ്പരകൾ നടത്തുന്നത്. ഒക്ടോബർ 2-ാം തീയതി തൃശ്ശൂര് കേച്ചേരിക്കടുത്തുള്ള മഴുവഞ്ചേരിയില് ഫുൾ ഡേ ജാതകപ്പൊരുത്തത്തെക്കുറിച്ചുള്ള അബദ്ധ ജടിലമായ ധാരണകള്, അന്ധവിശ്വാസങ്ങള്, ദുരാചാരങ്ങളെക്കുറിച്ച് ക്ലാസ്സാണ്. അതിനുശേഷം അടുത്ത ഒരു വർഷം മുഴുവനും ഈ ജാതകപ്പൊരുത്തത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകൾ കേരളം മുഴുവനും നടത്തും. അതും പാലക്കാടിൽ പറഞ്ഞു. എത്ര വ്യക്തികൾക്കാണ് ആശ്വാസം തോന്നിയതെന്നറിയോ? സത്യസായി സേവാ സമിതിയിലെ 100 കണക്കിന് പ്രവർത്തകർ പറഞ്ഞു, സായിബാബ പറയുന്ന മാതിരിയാ സാറ് പറയുന്നത്. സായിബാബയും പറഞ്ഞു ഈ ജാതകപ്പൊരുത്തം നോക്കേണ്ട ആവശ്യമില്ല, എന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഗ്രഹവും നിങ്ങളെ സ്വാധീനിക്കില്ല എന്ന് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അമ്മയും പറഞ്ഞിട്ടുണ്ട്, നല്ല പ്രവൃത്തി ചെയ്താൽ മതി. അമൃതാനന്ദമയി പറഞ്ഞിട്ടുണ്ട്, ഈ ജാതകപ്പൊരുത്തത്തിന്റെ പുറകെ പോവേണ്ട ഒരു കാര്യവും ഇല്ല എന്ന്. അത് എല്ലായിടത്തും ഞാൻ പറഞ്ഞു. കുറെ അധികം ആൾക്കാരിലെങ്കിലും മറ്റ് പ്രഭാഷണ വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ സാധിച്ചതോടൊപ്പം ഈ ജാതകത്തിന്റെ തനി മണ്ടത്തരം, ഞാനത് അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കാണ്, ജാതകത്തിന്റെ അല്ല പൊരുത്തത്തിന്റെ. ജാതകം പിന്നെയും നമുക്ക് ഉപയോഗിക്കാം, പക്ഷെ അന്ധമായിട്ട് കമ്പ്യൂട്ടർ ജാതകമൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവുന്നു എന്ന്
എന്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞു. ഇന്നലെ വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ തൃശ്ശൂരിൽ നിന്ന് എനിക്ക് ഇമെയിൽ അയച്ചു. ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് എന്റെ കുടുംബാംഗത്തിന്റെ ജാതകം നോക്കേണ്ടതെന്ന്. ഞാൻ മറുപടി കൊടുത്തില്ല. കാരണം ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എന്തൊക്കെയാ അതിൽ എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കാതെ എങ്ങനെയാ പറയാ? ഞാൻ പരീക്ഷിച്ച് നോക്കി. എന്റെ ജാതകവും എന്റെ മകന്റെയും മകളുടെയും ഭാര്യയുടെയും എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കുറെ പേരുടെ ജാതകം കമ്പ്യൂട്ടർ ജാതകം ഉപയോഗിച്ച് നോക്കിയപ്പോ ഒരു 10-30% ശരിയായിട്ടുള്ളൂ. 10-70% തെറ്റാ. അപ്പൊ ഏത് സോഫ്റ്റ്വെയറാ ഞാൻ പറയാ? എനിക്ക് അറിഞ്ഞൂടാ എന്ന് ഞാൻ ഈ പാലക്കാട് ജില്ലയിൽ നടന്ന പ്രഭാഷണ പരിപാടിയിൽ പറഞ്ഞു. ഏതായാലും വളരെ വളരെ അതിഗംഭീരമായിട്ടുള്ള അനുഭവത്തിന്റെ പരമ്പരകളായിരുന്നു 2-3 ദിവസത്തെ പ്രഭാഷണം. ഞങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിലൂടെ പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങളും സിഡികളും പെൻഡ്രൈവുകളും യൂട്യൂബിലെ സന്ദേശവും ജനം ടിവിയിൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:45 ഭഗവത്ഗീത സന്ദേശവും യു ടി വിയിലുള്ളതും അതുപോലെ തന്നെ കേരള വിഷനിലുള്ളതും പിന്നെ ധാരാളം കേബിൾ ടി വിക്കാരിടുന്നതുമായിട്ടുള്ള അതെല്ലാം കേരള മണ്ണില് അസാധാരണമായ സ്വാധീനമുണ്ടാക്കുന്നു എന്ന് അനുഭവിച്ചറിയാനും ഏതാണ്ട് 2018 ഡിസംബർ 31 ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ മണ്ണില് അത്ഭുതാവഹമായിട്ടുള്ള മാറ്റം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ ഈ പ്രഭാഷണ പരിപാടികളിലൂടെ സാധിച്ചു. അത് ഞാൻ നിങ്ങളെ സന്തോഷപുരസ്സരം അറിയിക്കുകയാണ്. പ്രണാമം, നമസ്കാരം. എല്ലാവരോടും പറയുകയും ചെയ്തു. ആഗസ്റ്റ് മാസം 14-ാം തീയതി, ഈ വരുന്ന ആഗസ്റ്റ് 14-ാം തീയതി കർക്കിടകത്തിലെ കറുത്ത വാവാണ്. തൃശ്ശൂര് കേച്ചേരിക്കടുത്ത് മഴുവഞ്ചേരിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തില് 10,000 പേര്, കേരളത്തിലെ ഏറ്റവും വലിയ പിതൃസ്മരണ പിതൃകർമ്മ സ്ഥലമായിട്ട് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 5 മണിക്ക് മുതൽക്ക് വൈദിക വിധി പ്രകാരമുള്ള പിതൃകർമ്മം നടത്തുന്നുണ്ടാവും. അവരോട് എല്ലാവരോടും വരണമെന്ന് പറഞ്ഞു. ഒന്നും കൊണ്ടുവരണ്ട, നേരിട്ട് വന്നാൽ മതി. കുളിച്ച് വരിക. രാവിലെ നല്ല തിരക്കുണ്ടാവും, ട്രാഫിക് ജാം ഉണ്ടാവും. ജസ്റ്റ് അവിടേക്ക് വന്നാല് തൃശ്ശൂര് കേച്ചേരിയിൽ നിന്ന് 1 കിലോമീറ്റർ കൈപ്പറമ്പിനും കേച്ചേരിക്കും ഇടയ്ക്ക് യൂസഫ് അലി കേച്ചേരിയുടെ വീടിന്റെ അടുത്താണ്. അത് വരണം. രാവിലെ വളരെ നേരത്തെ പിതൃകർമ്മം തുടങ്ങും എന്നും എല്ലാവരെയും അറിയിച്ചു. നിങ്ങളെയും അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.